ഹായ് ഓൾ ദിസ് കോക്ക് പരപപ്പൻ പപ്പൻ പരപപ്പൻ പപ്പൻ ആട് 3 MMT മിഥുൻ മാനുവൽ തോമസ് റൈറ്റർ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് സിനിമയായിട്ടുള്ള ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉള്ള ആട് ഫ്രാഞ്ചൈസിയുടെ മൂന്നാമത്തെ സിനിമ. ആട് 1 നിങ്ങൾക്കറിയാം തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ആട് 2 ഗംഭീര വിജയം നേടിയ സിനിമയാണ്. ഞാനത് തിയേറ്ററിൽ നിന്ന് കണ്ടുള്ള സിനിമയാണ്. ആട് 3ലേക്ക് വരുന്ന സമയത്ത് ഇത് ജോൺറ ഷിഫ്റ്റ് ഉണ്ട്, ഇത് ടൈം ട്രാവൽ പരിപാടിയാണെന്നുള്ളത് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ളതാണ്, ട്രെയിലർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതെങ്ങനെ വരും എന്നുള്ളതായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ചില സിനിമകൾക്ക് ഒരു വിധിയുണ്ടോ? എനിക്ക് എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതൊരു കിട്ടുന്ന സാധനമായിരിക്കും, ഇല്ലെങ്കിൽ 8 തന്നെ പൊട്ടും എന്നുള്ള ഒരു, കാരണം ചില പടങ്ങൾ അങ്ങനെയാണ്. കാരണം അത്രയും ഒരു എക്സ്പെരിമെൻ്റൽ സാധനമല്ലേ ചെയ്യാൻ പോണേ. ബട്ട് ദിസ് ഈസ് റിയലി ഫൺ. കാരണം ഈ സിനിമ ക്യാരക്ടേഴ്സ് ഓൾറെഡി നമുക്ക് അറിയുന്ന ക്യാരക്ടേഴ്സാണ്, എല്ലാ ക്യാരക്ടേഴ്സ്. പിന്നെ അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള സിഗ്നേച്ചറുള്ള അവരുടെ തീം മ്യൂസിക്, സ്കോർ പരിപാടി ഷാൻ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് ടൈമിൽ, അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ ചെയ്തു വെച്ച സാധനമാണ്. അപ്പോൾ അത്രയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഒരു 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 ടൈം ഡിഫറെൻറ്റ് ടൈം സ്പാനിൽ എങ്ങനെ പ്ലേസ് ചെയ്യും ഈ ടൈം ട്രാവൽ പരിപാടി എന്നുള്ളതാണ്. അത് കിഡുമായിട്ട് വർക്കായിട്ടുണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അതായത് ക്യാരക്ടേഴ്സിനെ ഓരോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന ഓരോ ആളുകളെ എല്ലാവരും നമുക്കറിയുന്ന ആൾക്കാർ തന്നെ, അവരിങ്ങനെ കാണിച്ച് വന്ന് പിന്നെ കുറേ കോമഡീസ്, ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് പഴയതിൻ്റെ ഒരു റിപ്ലിക്ക പോലെ, റെപ്പിറ്റേഷൻ പോലെ വരികയും, ചില ഈ സ്റ്റേജ് സ്കിറ്റ് കൈൻഡ് ഓഫ് വേർബൽ കോമഡീസ് ഉണ്ടല്ലോ, കൗണ്ടർ അടി പരിപാടി, അത് ചിലതൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ഞാനിങ്ങനെ വിചാരിച്ചു ഇതിന് എന്താവും, ഇങ്ങനെ പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ പടം ഒറ്റ പോക്ക, ഏകദേശം 3 മണിക്കൂർ എടുത്തുണ്ട് സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ബോറടിച്ചെന്നുള്ളതല്ല, ചില സമയത്തൊക്കെ ഹേ എന്നുള്ളൊരു സാധനം തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ് ഇതിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ആൻഡ് ഒറിജിനൽ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. പക്ഷെ അത് ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്നതും ന്യൂ തീംസ് ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസെൻ്റ് ഓൾറെഡി MMTയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ മറ്റേ പ്രേതപ്പടത്തിൽ. അദ്ദേഹം കിടുമായിട്ട് ഡോൺ വിൻസെൻ്റ്, അതായത് ഈ ഐക്കോണിക് സിഗ്നേച്ചർ ട്യൂൺസ് മൊത്തം എടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് പിന്നെ ചില റാപ്പും ഒക്കെ പരിപാടിയൊക്കെ ആയിട്ട്, അതിൽ തന്നെ ഷാജി പാപ്പൻ്റെ സ്കോറും ഡ്യൂഡിൻ്റെ സ്കോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കിടു പരിപാടിയായിരുന്നു. പിന്നെ പെർഫോമൻസ് അറിയാലോ, ഇത്രയും തഴക്കം വന്നിട്ടുള്ള പെർഫോമൻസാണ്. ധർമ്മജൻ്റെ ഒക്കെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് യൂസ് ചെയ്യേണ്ട ആൾക്കാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അങ്ങനെ പെർഫോം ചെയ്ത് വരും. ഇതിൽ തന്നെ കുറേ മിമിക്രി താരങ്ങളുണ്ട്, പക്ഷേ അവനൊന്നും ഓവറായിട്ടില്ല. അത് മിഥുൻ്റെ ഒരു കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലായി. ഈ മിമിക്രി ആർട്ടിസ്റ്റിനെ എപ്പോഴും പറയുള്ളൂ, അവരടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ കയ്യിൽ നിന്ന് കൗണ്ടർ ഇട്ടിട്ടും കയ്യിൽ നിന്ന് എക്സ്പ്രഷൻസ് ഇട്ടിട്ടും അനാവശ്യ സാധനം ഇട്ടിട്ട് കൊളാക്കും. ഇതിൽ നോബി ഉൾപ്പെടെ പിന്നെ നിർമ്മൽ പാലാഴി ഉൾപ്പെടെ കുറേ പേരുണ്ട്, പക്ഷെ ആരും തന്നെ ഓവറാക്കി ചളാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലെനിക്ക് ഓഡ് വൺ ഔട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഫുക്രുവിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു അനിയനായിട്ട്, പുതിയൊരു കഥാപാത്രമായിട്ട്. പക്ഷേ അതൊരു ഇപ്പോൾ ഒരു കണ്ടംപററി ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മിഥുൻ. പക്ഷേ അത് പലപ്പോഴും ഒരു മിസ്ഫിറ്റായിട്ടും മിസ്കാസ്റ്റായിട്ടും അവിടെ ഒരു പ്ലേസ് ചെയ്യുമ്പോൾ അത് ഞാൻ പറയില്ല, ഓഡ് വൺ ഔട്ട് പോലെ ഇങ്ങനെ എടുത്തു പിടിക്കുന്നു, അങ്ങ് ജെല്ലായില്ല മൊത്തത്തിൽ. ഫുക്രുവിൻ്റെ ആ റോളും അതിൽ പ്ലേസ് ചെയ്തു. അഖിൽ ജോർജാണ് DOP, ലിജോ പോളാണ് എഡിറ്റിംഗ്. രണ്ടും പടത്തിൻ്റെ മൂഡ് അനുസരിച്ചിട്ട് അതേ പരിപാടി അവർ കിട്ടുവരിച്ചതിന്. കാരണം ഇതിൽ 2 പീരീഡുള്ള കാണിക്കുന്നുണ്ടല്ലോ, അന്തക്കാലം മറ്റേ രാജാക്കന്മാരുടെ കാലവും പിന്നെ ഇപ്പോഴത്തവും. പിന്നെ ഇതിലൊരു ഫ്യൂച്ചറിസ്റ്റിക് അങ്ങനെ വേരിയസ് ടൈം ലൈൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ആയിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഫീലും ഇപ്പോഴത്തെ പ്രസൻറ്റ് സാധനം കറക്റ്റായിട്ട് ഇവർ പിടിച്ചിട്ടുണ്ട്. കിഷൻ മോഹനാണ് പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന. സപ്ത MR രാജകൃഷ്ണൻ മിക്സ്, കിട്ടുന്ന മിക്സ് അറ്റ്മോസിൽ പുള്ളിയായിരുന്നു. അതാണ് ടെക്നിക്കൽ കാര്യം പറയാനുള്ളത്. അപ്പോൾ പെർഫോമൻസ് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം അവരെന്താണോ ആ ലെഗസി കീപ്പ് ചെയ്തിട്ടുണ്ട്. ജയസൂര്യ ഒരു രക്ഷയില്ല, കാരണം ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് അറിയാലോ, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം. യാതൊരു വിധത്തിലുള്ള, അതായത് കുറച്ച് കാലം കഴിഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്, ഒരു കോംപ്രമൈസ് ഇല്ല, കിട്ടുമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ആട് ഫ്രാഞ്ചൈസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഡ്യൂഡാണ്. നമ്മുടെ ഈസ് ദ ഡ്യൂഡ് വിനായകൻ, ഒരു രക്ഷയില്ല. പുള്ളിയുടെ പെർഫോമൻസ്, അതായത് ഇതിലെ മൊത്തം ക്യാരക്ടേഴ്സിന് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഭാവം, അതൊരു കിളിപോയ ഭാവം എല്ലാവർക്കും. ധർമ്മജനൊക്കെ വെറുതെ കാണിക്കുമ്പോൾ
അതായത് വിനായകൻ ടിപ്പു സുൽത്താനായിട്ട് വരുന്നുണ്ട്. പുള്ളിക്ക് അപ്പോഴുള്ള പുള്ളിയുടെ ഭാവം, ഇനി ഡ്യൂഡായിട്ട് വരുന്ന സമയത്ത് പുള്ളിയുടെ ഭാവം, സ്ഥായിയായിട്ട് ഷാജിപ്പാപ്പൻ അങ്ങനെ വരുന്നവരും പോകുന്നവർക്കൊക്കെ സർബത്ത് ഷമീർ, ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടെയുള്ള വിജയ് ബാബു. അപ്പോൾ മൊത്തത്തിൽ പിന്നെ ആശാൻ, ഇന്ദ്രൻസ്. ആശാൻ നമ്മുടെ മണിയാശാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടംപററി സാധനം വെച്ചിട്ട് തന്നെ ഇത് അലക്കിയിട്ടുണ്ട്. മറ്റേ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റ സമയത്ത് മണിയാശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഇതിൻ്റെ പെൻഷൻ വാങ്ങിയിട്ട് വോട്ട് ചെയ്തില്ലാണല്ലോ, അതൊക്കെ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നവരും പോയവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള നല്ല ഒരു എൻ്റർടൈനർ. അതിൽ ആദ്യം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കൈൻഡ് ഓഫ് വർക്കാവാത്ത കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും ഓവറോൾ പടം കണ്ട് ഇറങ്ങിയ സമയത്തുള്ള ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സാറ്റിസ്ഫൈഡ്. അതായത് നമുക്ക് ഒരു ആട് ഫ്രാഞ്ചൈസിയിലെ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ടൈം ലൈനും പിന്നെ ലാസ്റ്റ് സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാരക്ടർ രണ്ട് ടൈം ലൈനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു കിട്ടിലും പരിപാടിയായിരുന്നു. അതായത് ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വോ ഫാക്ടർ, ഒരു എക്സ് ഫാക്ടർ വേണം. അത് കൊണ്ടുവരാൻ ഈ ജോൺറ ഷിഫ്റ്റിൽ കൂടെ 100% സാധിച്ചിട്ടുണ്ട്. അല്ലാതെ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഈ സ്ലാബ് സ്റ്റിക്കും വെർബൽ കോമഡിയും കൗണ്ടർ റൈഡിയും പരിപാടിയും അബദ്ധം പറ്റുന്നതും പരിപാടിയൊക്കെ മാത്രമായിട്ട് ആണ് ഈ സിനിമ എടുത്തിരുന്നെങ്കിൽ ഇതിന് പിന്നെ ഒരു സിനിമയ്ക്ക് ഫ്യൂച്ചറില്ല. ഈ സിനിമ ഒരു തരത്തിലും വർക്കാവാതെ പോയനെ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേ സീൻസിലൊക്കെ സംഭവിച്ച പോലെ. പക്ഷേ ഇതിൽ ദാറ്റ്സ് ബ്രില്യൻറ്റ്. അത് മിഥുൻ മാനുവലിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മതിയോ. കാരണം ഇങ്ങനെ ജോണർ ഷിഫ്റ്റ് കൊണ്ടുവരികയും അത് ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്യും. അതാണ് സംതിങ് ഷുഡ് ബി ദർ. ചുമ്മാ പ്ലെയിൻ ആയിട്ട് സിനിമ എടുക്കുന്നവർക്കുള്ളൊരു ലെസൺ കൂടിയാണ്. സണ്ണി വെയിൻ ഇതിൽ 2 ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്ന് ഒരു സായിപ്പായിട്ടാണ്, അതായത് പഴയ കാലത്ത് പഴയ പീരീഡിൽ. അത് കറക്റ്റ് ബാല ഡബ് ചെയ്ത് പോലുണ്ട്. കാരണം മലയാളം അറിയാതെ മലയാളം പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ സൈജു കുറുപ്പ്, അബുബീകരൻ, സൈജു കുറുപ്പ് അത് തന്നെ, അബുവിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹരികൃഷ്ണൻ, പിന്നെ ഭഗത്ത്, പിന്നെ നമ്മൾ ഹൈദരാലി വരെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. സൃന്ദയുണ്ട്, അജു വർഗീസ് ഉണ്ട്, വിജുക്കുട്ടൻ, സുധി കോപ്പ, പിന്നെ ഒരു മദാമയുണ്ട്. ലുക്ക് മാത്രമല്ല വർക്കും ഉണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിലൊക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ലോട്ട്സ് ഓഫ് റെഫറൻസസ്, സോങ് റെഫറൻസസ് ഉണ്ട്, ഡയലോഗ് റെഫറൻസസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ ആവേശത്തിലെ കട്ടച്ചോര കൊണ്ട് യൂസ് അടിച്ച് അതൊക്കെ നല്ല നൈസായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആട് 3ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ടു ബി കണ്ടിന്യൂഡ്. അതിനുള്ള വലിയൊരു സ്പേസ് അവർ സെറ്റ് ചെയ്ത് വെച്ച് നെബറിലെ ഈ ഒരു പോർട്ടലും പിന്നെ ഈ സ്വാപ്പ് ആവുന്ന ക്യാരക്ടേഴ്സ് വേരിയസ് ടൈം ലൈൻസിൽ സ്വാപ്പ് ആവുന്നത്, അങ്ങനെ വലിയൊരു സാധനം അവിടെ ചെയ്തു വെച്ച ഒരു വാ ഫാക്ടർ നിലനിർത്തിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. കം ടു ഡാഡി.